ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഹാസ് ഹാ വേർഡ് ആണ് കേട്ടോ. ഞാൻ എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ ഏറ്റവും ആദ്യമായിട്ട് എടുക്കുന്ന ക്ലാസ് ഈ ഹാസ് ഹാ വേർഡ് ആണ്. പക്ഷെ അങ്ങനെയല്ല ഞാൻ എടുക്കുന്നത്. ഈ ഇംഗ്ലീഷിൽ ഹാസും ഹാവും ഹാഡും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു ഡൗട്ടും നിങ്ങൾക്ക് ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ഹാസ് ഹാ വേർഡിൽ ഇംഗ്ലീഷിലുള്ളത് അതെല്ലാം എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ ഇനി ഒരു 2 ആഴ്ചത്തെ ക്ലാസ്സുകളിലുള്ളിൽ തന്നെ നമ്മളിത് ഫുള്ളി കംപ്ലീറ്റഡ് ആവും കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉള്ളത്, ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ, ഈ കാണുന്നവരല്ലെങ്കിലും ഈ കാണുന്നവർക്ക് നിങ്ങൾക്ക് അറിയെങ്കിൽ, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഇംഗ്ലീഷ് എനിക്ക് പഠിക്കണം, എനിക്ക് ആഗ്രഹമുണ്ട്, ഇൻ്റർവ്യൂ പാസ്സാവുന്നില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നവർ ദയവായി ഇനിയുള്ള ക്ലാസ്സുകളിൽ മുടങ്ങാതെ തന്നെ കാണാം. മുന്നുള്ള ക്ലാസ്സുകൾ കണ്ടില്ലെങ്കിൽ പോലും ഇത് ബേസിക് ലെസൺസ് ആണ് ഞാൻ എടുക്കാൻ പോണത് ഇനിയുള്ള ക്ലാസ്സുകളിൽ. അതുകൊണ്ട് നിർബന്ധമായും കാണുക. ഉറപ്പായിട്ടും ഏകദേശം 2 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ബേസിക്സും സെൻറ്റൻസും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനാണ് ഉറപ്പ് വരുന്നത്. ലൈവിൽ വന്നിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട് എനിക്ക്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇനിയുള്ള ക്ലാസ്സുകൾ കേൾക്കുക കേട്ടോ. സോ ഇനി നമ്മൾ ഇന്ന് തുടങ്ങാൻ പോവുകയാണ്. ഹാസ് ആ വേർഡ് എന്താണെന്ന് കേട്ടോ. ഹാസ് ഹാവ് ഹാഡ് എന്താണെന്ന്. അപ്പോൾ ഈ ഹാസിനും ഹാവിനും ഉള്ള അർത്ഥങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ അപ്പം ചാടി കയറി പറയും ഹാസ് ഹാവ് എന്താ, ഉണ്ട് എന്നാണ് അല്ലേ. ഉണ്ട്. പക്ഷേ ഈ ഹാസിനും ഹാവിനും ഉണ്ട് എന്നല്ലാതെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10-15 അർത്ഥങ്ങളോളം ഈ ഹാസും ഹാവിനും മാത്രമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരർത്ഥം പഠിച്ചു കഴിയുമ്പോൾ തന്നെ അതിനങ്ങ് നീക്കി നിർത്തുക. അടുത്ത ക്ലാസ്സിൽ വേറെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്, അതിനെ നീക്കി നിർത്തുക. അങ്ങനെ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന അർത്ഥം എന്ന് പറയുന്നത് ഹാസ് ഹാവിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. അതായത് എനിക്കൊരു കാറുണ്ട്, അവനൊരു കാറുണ്ട്, അവൾക്കൊരു കാറുണ്ട്, എനിക്ക് കല്യാണം ഉണ്ട്, എനിക്ക് നാളെ ഇൻ്റർവ്യൂ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ എവിടെയൊക്കെ ചേർക്കുന്നു അവിടെ എല്ലാം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഹാസ് ഹാവ് ചേർക്കാവുന്നതാണ്. ഹാഡ് അവിടെ നിൽക്കട്ടെ. ഹാസിനെ ഹാവിനെയും പറ്റിയിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പം മലയാളത്തിൽ ഈ ഉണ്ട് എന്നുള്ള ഒരൊറ്റ വാക്കിന് ഈ ഒരൊറ്റ വാക്കേ ഉള്ളൂ അല്ലേ. എനിക്കൊരു കല്യാണം ഉണ്ട് എന്ന് പറയാനും അവൾക്ക് ഒരു കല്യാണം ഉണ്ട് എന്ന് പറയാനും മലയാളത്തിൽ നമ്മൾ ഉണ്ട് എന്ന് അത്രയല്ലേ ചേർക്കണുള്ളൂ. അതിന് വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷേ ഇംഗ്ലീഷിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന് ഹാവും 2 ഹാസും. ഇതാണ് ഇതിൻ്റെ അർത്ഥങ്ങൾ. പക്ഷെ 2ൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഉണ്ട് എന്ന് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ഹാവ് എവിടെയൊക്കെ ചേർക്കും നോക്കാം. ഐ, യു, വി, ദേ, അതുപോലെ ഒന്നിൽ കൂടുതൽ ആളുകൾ, ഇപ്പം രാമു ആൻഡ് രാജു, ഇങ്ങനെ ഒന്നിൽ കൂടുതൽ പേര് വരുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? ഹാവ് ചേർക്കണം. അതല്ല ഹീ, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേര് ഒക്കെയാണെങ്കിൽ നമ്മൾ ഹാസ് ചേർക്കണം. ഇതാണ് ഇതിൻ്റെ നിയമം. 2ൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഉണ്ട് തന്നെയാണ്. മനസ്സിലായല്ലോ? ഇതിൽ ബേസിക് ആയിട്ട് പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക എന്താണ് ഇതിൻ്റെ അർത്ഥം. ഉണ്ട്. മലയാളത്തിൽ നമ്മൾ എന്തിനൊക്കെ ഉണ്ട് എന്ന് യൂസ് ചെയ്യുന്ന അവിടെയൊക്കെ നമുക്ക് ഹാസ് ഹാവ് യൂസ് ചെയ്യാം. ഇനി സെൻറ്റൻസിലേക്ക് കടക്കാം. ഇനി അപ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നിയമം എന്താണെന്ന്. ഓക്കെ, ഇനി എന്നുള്ളത് ഈ ഹാസിനും ഹാവും സെൻറ്റൻസിൻ്റെ എവിടെയായിട്ടാണ് വരിക എന്നറിയോ? സെൻറ്റൻസിൻ്റെ വാക്യത്തിൻ്റെ എവിടെയായിട്ടാണ് വരിക? 2ാമതായിട്ട്. ഇതും മനസ്സിൽ വയ്ക്കുക. എവിടെയാ വരിക? സെൻറ്റൻസിൻ്റെ 2ാമതായിട്ട്. അതും ഓക്കെയാണല്ലോ. ഇനി നമുക്കിപ്പോൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ സെൻറ്റൻസിൽ എപ്പോഴും ഞാൻ, നീ, അവൻ, അവൾ, അവർ എന്നൊക്കെ ഇംഗ്ലീഷിൽ ചേർക്കുക. മലയാളത്തിൽ നമ്മൾ പെട്ടെന്നാണ് ചേർക്കാറില്ല. പക്ഷെ കൂടുതലും എന്താണ് സബ്ജക്റ്റ് ആയിരിക്കും സെൻറ്റൻസിൻ്റെ ആദ്യം വരിക. സോ ഐ ആദ്യം ചേർത്തു. ഐ ആയതുകൊണ്ട് തന്നെ അവിടെ ഏതാ ചേർക്കുക? ഹാസ് ആണോ ഹാവ് ആണോ ചേർക്കുക? വെരി ഗുഡ്, ഹാവ് ആണ് ചേർക്കുക. സോ ഐ ഹാവ്, എനിക്കുണ്ട്. നൈ. ഇനി എന്താ ഉള്ളത്? കാറാണുള്ളത്. സോ ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്. നെക്സ്റ്റ് ഷീ ചേർക്കാം. ഷീ ആകുമ്പോൾ ഏതാ ചേർക്കേണ്ടത്? ഹാസ് ആണ് ചേർക്കേണ്ടത്. സോ ഷീ ഹാസ് എ മീറ്റിംഗ്. ഷീ ഹാസ് എ മീറ്റിംഗ്. അവൾക്കൊരു മീറ്റിംഗ് ഉണ്ട്. കണ്ടാ? ഇനി അടുത്തത് ദേ. ദേ എന്ന് പറയുമ്പോൾ അയ്യോ വിതയുടെ നമ്മൾ ഏതാ ചേർക്കുക? ഹാവ് ആണ് ചേർക്കുക. സോ ദേ ഹാവ്, അവർക്കുണ്ട്. എന്താണുള്ളത്? കല്യാണം.
ദേ ഹാവ് എ മാരേജ് ഫങ്ഷൻ. അവർക്കൊരു കല്യാണം ഉണ്ട്. കണ്ട, ഇങ്ങനെ ചേർത്താൽ മതി. ഓക്കെ, ഷീ ഹാസ് എ മീറ്റിംഗ്. ഇനി നാളെയാണ് മീറ്റിംഗ് എങ്ങനെ പറയും? ഷീ ഹാസ് എ മീറ്റിംഗ് ടുമോറോ. മനസ്സിലായോ? ഇനി നാളെ കഴിഞ്ഞാണ് മീറ്റിംഗ് ഉള്ളതെങ്കിലോ ഷീ ഹാസ് എ മീറ്റിംഗ് ഡേ ആഫ്റ്റർ ടുമോറോ. ഇങ്ങനെയൊക്കെ പറയാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ അടുത്ത ആഴ്ചയാണ് കല്യാണമെങ്കിലോ ഐ ഹാവ് എ മാരേജ് ഫങ്ഷൻ നെക്സ്റ്റ് വീക്ക്. കണ്ട, അടുത്ത ആഴ്ച, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് ഇയർ അടുത്ത കൊല്ലം, നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം, ടുമോറോ നാളെ, ഇങ്ങനെയൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് സമയം അവിടെ കൂട്ടിച്ചേർക്കാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? മനസ്സിലായിട്ടുണ്ടല്ലോ? ഇനി ഇതിൻ്റെ പാസ്റ്റ്, അതായത് ഹാഡ് എന്നുള്ളത്. ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭൂതകാലമാണ്. അതായത് ഇത്ര നേരം ഞാൻ പറഞ്ഞത് എനിക്കൊരു കാറുണ്ട്, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, എനിക്കൊരു കല്യാണം ഉണ്ട്, ഇതൊക്കെ ഉണ്ട് എന്നാണ് പറയണത്. പ്രസൻറ്റും ഫ്യൂച്ചറും ആണ്. പക്ഷേ ഇത് കഴിഞ്ഞു പോയ ഒന്നുണ്ട്, അതായത് ഉണ്ടായിരുന്നു, അല്ലേ? അതായത് എനിക്കൊരു കല്യാണം ഇന്നലെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു ഇന്നലെ. ഉണ്ടായിരുന്നു. അപ്പൊ ഹാഡിന്റെ മീനിങ് എന്താ? ഉണ്ടായിരുന്നു. എനിക്കൊരു കാർ ഉണ്ടായിരുന്നു, പാസ്റ്റിലാണ് ഞാൻ പറയണത്. സോ ഉണ്ടായിരുന്നു എന്ന് ചേർക്കണമെങ്കിൽ ഹാഡ് ചേർക്കുക. ഈ ഹാഡിന് അങ്ങനെ വേർതിരിവൊന്നുമില്ല. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്, അങ്ങനെ പേര് എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് എന്ത് ചേർക്കാം? ഈ ഹാഡ് എന്നുള്ളത് ചേർക്കുക. ഹാഡിന് വേർതിരിവോ കാര്യങ്ങളൊന്നുമില്ല, നിയമങ്ങളൊന്നും തന്നെ ഇല്ല, എല്ലാത്തിൻ്റെ നമുക്ക് ചേർക്കാവുന്നതാണ്. സോ ഞാൻ പറയാൻ പോവാണ്. ഐ ഹാഡ് എവിടെ ചേർക്കുക? സെന്റൻസിന്റെ രണ്ടാമതായിട്ട്. സോ ഐ ഹാഡ് എ മീറ്റിംഗ്. എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. കണ്ടാ? ഷീ ഹാഡ് എ ടീ ഷോപ്പ്. അവൾക്കൊരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു ചായക്കട ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ നമ്മളവിടെ ഹാഡാണ് ചേർക്കേണ്ടത് കേട്ടോ. ഐ ഹാഡ് എ മീറ്റിംഗ് യെസ്റ്റർഡേ. കഴിഞ്ഞു പോയതല്ല, ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. മിനിയാണെന്നാണെങ്കിലോ ഐ ഹാഡ് എ മാരേജ് ഫങ്ഷൻ ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച. ഓക്കെ, കഴിഞ്ഞ ആഴ്ച, ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ കൊല്ലം, ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ ദിവസം, ലാസ്റ്റ് ഡേ എന്നൊക്കെ കൂട്ടിച്ചേർക്കാവുന്നതാണ്. വരാൻ പോകുന്നതാണെങ്കിൽ നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് ഇയർ എന്നൊക്കെ കൂട്ടിച്ചേർക്കാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ഹാഡിൻ്റെ മീനിങ്, ഉണ്ടായിരുന്നു. ക്ലിയർ ആണ്? ഇനി അടുത്തയിലേക്ക് പോവുകയാണേ. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഉണ്ട് എന്നല്ലേ? അതായത് എനിക്കൊരു കാറുണ്ട്, അല്ലെങ്കിൽ അവൾക്കൊരു കാറുണ്ട്, എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണത് എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്. അപ്പോൾ എല്ലാത്തിനും ഉണ്ടാവുമല്ലോ നെഗറ്റീവ്. അതുപോലെ ഉണ്ട് എന്നതിന് കൊണ്ട് നെഗറ്റീവ്. എന്താണ് നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് നോക്കാം. ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് എന്താണെന്ന്. അപ്പോൾ മലയാളത്തിൽ ഉണ്ട് എന്നത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, അല്ലേ? എനിക്കൊരു കാറുണ്ട്. ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഇല്ല. ഉണ്ട് എന്നതിൻ്റെ നെഗറ്റീവ് എന്താണ്? ഇല്ല. നെക്സ്റ്റ്, ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് പറയണതിൻ്റെ നെഗറ്റീവ് എന്താണ്? ഉണ്ടായിരുന്നില്ല. ഇത്രയാണ് നെഗറ്റീവ്. പക്ഷേ മലയാളത്തിൽ ഇത് എളുപ്പമാണ്, പക്ഷെ ഇംഗ്ലീഷിൽ ഇത് ഇത്തിരി പാടാണ് കേട്ടോ ഇത് പഠിക്കാൻ. പക്ഷെ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. ഓക്കെ, ഈ ഹാസിൻ്റെ നെഗറ്റീവ് എന്ന് പറയണത്, അല്ലെങ്കിൽ ഹാവിൻ്റെ നെഗറ്റീവ് എന്ന് പറയണത് ഉണ്ട് എന്നാണല്ലോ. ഇല്ല എന്നാക്കണമെങ്കിൽ ഇത്തിരി പാടാണ് ഇംഗ്ലീഷിൽ. ഡോണ്ട് ഹാവ് എന്ന് ചേർക്കണം. എന്താണ്? ഹാവിൻ്റെ അർത്ഥം ഉണ്ട് എന്നാണ്, ഡോണ്ട് ഹാവിൻ്റെ അർത്ഥം ഇല്ല എന്നാണ്. എങ്ങനെയാ? ഹാവ് ഉണ്ട്, ഇല്ല എന്നാക്കണമെങ്കിൽ ഡോണ്ട് ഹാവ്. ഹാവ് നോട്ട് എന്ന് ചേർക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ഹാവ് എന്ന് പറയുന്നത് ഒരു വലിയ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇല്ല എന്ന അർത്ഥം വരുന്നത് ഡോണ്ട് ഹാവ് ആണ്, ഹാവ് നോട്ട് അല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തുക. ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്, അതിനൊക്കെ മാറ്റി നിർത്തുക. ഇത് മാത്രം പഠിച്ചാൽ മതി. സോ ഹാവ്, ഡോണ്ട് ഹാവ്, ഉണ്ട്, ഇല്ല. ഇനി ഹാസ് പറഞ്ഞല്ലോ. ഹാസിൻ്റെ മീനിങ്ങും ഉണ്ട് തന്നെയാണ്. പക്ഷേ ഇല്ല എന്നാക്കണമെങ്കിൽ ഡസിൻറ്റ് ഹാവ്. ഡസിൻറ്റ് ഹാവ് എന്താണ്? രണ്ടിൻ്റെയും മീനിങ് ഇത് തന്നെയാണ്, ഉണ്ട്, ഇല്ല ആണല്ലോ. ഹാവിൻ്റെ നെഗറ്റീവ് ഡോണ്ട് ഹാവ്, ഹാസിൻ്റെ നെഗറ്റീവ് ഡസിൻറ്റ് ഹാവ്. ഇനി ഹാഡ്.
ഹാഡിന്റെ മീനിങ് എന്താ? ഉണ്ടായിരുന്നു എന്നല്ലേ. ഇതിന്റെ നെഗറ്റീവ് എന്താ? ഡിഡിൻറ്റ് ഹാവ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്തിരി പാടാണ്, കൺഫ്യൂഷൻ ഉണ്ടാക്കും. പക്ഷെ ഇത് പഠിക്കാനായിട്ട് വേറൊരു മാർഗ്ഗമില്ല. പണ്ട് ആരോ എഴുതി വെച്ച നിയമമാണ്, നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. സോ ഡിഡിൻറ്റ് ഹാവ്, ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇംഗ്ലീഷ് ഒട്ടും തന്നെ അറിയില്ലാത്തവർക്ക് ഇതോട് കൂടിയിട്ട് നിങ്ങൾക്ക് പറയാൻ സംസാരിക്കാൻ സാധിക്കും, ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് പാതി വഴിയിൽ ഇട്ടേച്ച് പോകരുത് കേട്ടോ. സോ ഹാവ്, ഡോണ്ട് ഹാവ്, ഹാസ്, ഡസൻറ്റ് ഹാവ്, ഹാഡ്, ഡിഡിൻറ്റ് ഹാവ്, ഇതാണ് ഇതിൻ്റെ മീനിങ്. അപ്പം എന്താണ്? ഉണ്ട്, ഇല്ല, ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നില്ല. നെഗറ്റീവ്. ഇങ്ങനെ തന്നെ പോയി പഠിച്ചു വയ്ക്കുക. ഒന്നുകൂടി ഞാൻ സമയം തരികയാണേ. ഹാവ്, ഡോണ്ട് ഹാവ്, ഹാസ്, ഡസൻറ്റ് ഹാവ്, ഹാഡ്, ഡിഡിൻറ്റ് ഹാവ്. ഒന്നുകൂടി പറയാം. ഹാവ്, ഡോണ്ട് ഹാവ്, ഹാസ്, ഡസൻറ്റ് ഹാവ്, ഹാഡ്, ഡിഡിൻറ്റ് ഹാവ്. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊന്ന് പറഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്കിത് സെൻറ്റൻസ് ആക്കാം. സെൻറ്റൻസ് ആക്കാൻ പോവുകയാണേ. എനിക്ക് പണമില്ല. ഐ ഡോണ്ട് ഹാവ് മണി. കണ്ടാ? ഐ ഡോണ്ട് ഹാവ് മണി. ഐ ആയതുകൊണ്ട് ഡോണ്ട് ഹാവ് ചേർത്തു. ഇനി ഹി ആണെങ്കിലോ? ഹി ഡസൻറ്റ് ഹാവ് മണി. അവന് പണമില്ല. ഇനി ഉണ്ടായിരുന്നില്ല എന്ന് പറയണമെങ്കിലോ? ഹി ഡിഡിൻറ്റ് ഹാവ് മണി. അവന് പണം ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ്? ഐ ഡോണ്ട് ഹാവ് മണി, എനിക്ക് പണമില്ല. ഹി ഡസൻറ്റ് ഹാവ് മണി, അവന് പണമില്ല. ഹി ഡിഡിൻറ്റ് ഹാവ് മണി, അവന് പണം ഉണ്ടായിരുന്നില്ല. ശരിക്കും പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ഇവിടെയൊക്കെ എന്താ വരിക? ഡോണ്ട് ഹാവിൻ്റെ സ്ഥാനത്ത് ഹാവ് വരും, ഹി ഡസൻറ്റ് ഹാവിൻ്റെ സ്ഥാനത്ത് ഹാസ് വരും, ഡിഡിൻറ്റ് ഹാവിൻ്റെ സ്ഥാനത്ത് ഹാഡ് വരും. അപ്പം എങ്ങനെ വന്നു? ഐ ഹാവ് മണി, എനിക്ക് പണമുണ്ട്. ഐ ഡോണ്ട് ഹാവ് മണി, എനിക്ക് പണമില്ല. ഹി ഹാസ് മണി, അവന് പണമുണ്ട്. ഹി ഹാഡ് മണി, അവന് പണമുണ്ടായിരുന്നു. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ. പേടിച്ചാൽ സത്യം പറഞ്ഞാൽ ക്ലാസ് എടുക്കണത്. കാരണം അത്രക്കും നിങ്ങൾക്ക് മനസ്സിലാവണം എന്ന് അത്രമേൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓരോരുത്തരും ഇംഗ്ലീഷ് പഠിക്കണം. എവിടെയെങ്കിലും പോയി ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും ചേരാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട്. നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് തന്നെ പറയണത് വേറെ ഒന്നും കൊണ്ടല്ല. ചിലപ്പോൾ ഒന്നും അറിയില്ലാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, വേറെ ഒന്നും കണ്ടവർക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ എൻ്റെ ക്ലാസ് അവർക്ക് ഉപയോഗപ്പെടും എന്ന് അത്രമേൽ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസ്സുകൾ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നോക്കുക. ഐ ഹാവ് മണി, എനിക്ക് പണമുണ്ട്. ഐ ഡോണ്ട് ഹാവ് മണി, എനിക്ക് പണമില്ല. ഹി ഹാസ് മണി, അവന് പണമുണ്ട്. ഹി ഡസൻറ്റ് ഹാവ് മണി. കണ്ടോ? നെഗറ്റീവ് ഇങ്ങനെ തന്നെ ആലോചിച്ച് വയ്ക്കുക. ഹാവിൻ്റെ നെഗറ്റീവ് ഡോണ്ട് ഹാവ്, വീണ്ടും എഴുതാണേ. ഹാസിൻ്റെ നെഗറ്റീവ് ഡസൻറ്റ് ഹാവ്, ഇതും വീണ്ടും എഴുതാണ്. ഹാഡിൻ്റെ നെഗറ്റീവ് ഡിഡിൻറ്റ് ഹാവ്. സോ ഇതാണ് നിയമം. നെഗറ്റീവ് സെൻറ്റൻസ്. ഹാവിൻ്റെ ഹാവ് ഉണ്ട്, ഡോണ്ട് ഹാവ് ഇല്ല. ഹാസ് ഉണ്ട്, ഡസൻറ്റ് ഹാവ് ഇല്ല. ഹാഡ് ഉണ്ടായിരുന്നു, ഡിഡിൻറ്റ് ഹാവ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കിട്ടുന്നുണ്ടോ? ഇത് മാത്രം, ഇതൊക്കെ മായ്ച്ചു കളഞ്ഞ് നിൽക്കുക. ഇത് മാത്രം മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് നിങ്ങളായിട്ടൊന്ന് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് എന്തൊക്കെയാണ്? ഓക്കെ, എങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ പറഞ്ഞു നോക്കിയേ. ഐ ഹാവ് 2 children. എനിക്ക് 2 കുട്ടികളുണ്ട്. ഷീ ഹാസ് 2 children. അവൾക്ക് 2 കുട്ടികളുണ്ട്. ഷീ ഹാഡ് 2 children. അവൾക്ക് 2 കുട്ടികൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നെഗറ്റീവ് സെൻറ്റൻസ്. ഐ ഡോണ്ട് ഹാവ് 2 children. എനിക്ക് 2 കുട്ടികളില്ല. ഹി ഡസൻറ്റ് ഹാവ് 2 children. അവന് 2 കുട്ടികളില്ല. അതുപോലെ ഹി ഡിഡിൻറ്റ് ഹാവ് 2 children. അവന് 2 കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിങ്ങൾക്കുള്ളതും നിങ്ങൾക്കുണ്ടായിരുന്നതും നിങ്ങൾക്കില്ലാത്തതും ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഇംഗ്ലീഷിൽ പെട്ടെന്ന് പറഞ്ഞു നോക്കിയേ. സിമ്പിളാണ്, സ്ട്രക്ചർ സിമ്പിളാണ്. ആദ്യം തന്നെ സബ്ജക്റ്റ് ചേർക്കുക, യു വി ഇത് അങ്ങനെ ചേർക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ഹാസ് ഹാവ് ചേർക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് ചേർക്കുക. അതിനുശേഷം എന്താണോ നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ഇല്ലാത്തത് അത് കൂട്ടി ചേർത്തങ്ങ് എഴുതിയാൽ മതി.
ക്ലിയർ ആണല്ലോ. ഇപ്പോൾ തന്നെ എനിക്ക് വേണ്ടി നിങ്ങൾക്കുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരിക്കലും മറക്കില്ല. ഇന്ന് നമ്മൾ ഇത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ഹാസ് ഹാവിൻ്റെ ഒരർത്ഥം മാത്രം. ഉണ്ട്, ഉണ്ടായിരുന്നു, ഇല്ല, ഉണ്ടായിരുന്നില്ല. ഈ 4 അർത്ഥങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇനിയുള്ള ക്ലാസ്സുകളിലും ഹാസ് ഹാവിൻ്റെ ക്ലാസ് തന്നെ ഒരാഴ്ച പോയാൽ മാത്രമാണ് നമുക്ക് ഹാസ് ഹാവ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ലൈവ് വരുന്നുണ്ട് ഹാസ് ഹാവിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനും നിങ്ങളുടെ ഡൗട്ടുകൾ തീർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്